സംസ്ഥാന തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനമാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഉച്ചയ്ക്ക് 12 മണിക്കാണ്. അർജുനാണ് വിവരങ്ങളുമായി ചേർന്നത്. അർജുൻ, അപ്പോ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ മുന്നണികളൊക്കെ ഏതാണ്ട് ഒരുങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ പലരും പലയിടത്തും പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രഖ്യാപനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. എങ്ങനെയാണ് നിലവിലെ ക്രമീകരണങ്ങളൊക്കെ? പറഞ്ഞതുപോലെ 12 മണിക്ക് തന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പ്രതീക്ഷിക്കാമോ? സേതു, തീർച്ചയായും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ രാവിലെ 12 മണിക്ക് വാർത്താ സമ്മേളനം നടത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. 2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ആലോചനയാണ് ഉള്ളത്. പ്രത്യേകിച്ച് പോലീസിൻ്റെ വിന്യാസമൊക്കെ നടത്തേണ്ടതുണ്ട്, ക്രമസമാധാനം ഉറപ്പാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും പോലീസ് സന്നാഹം ഒരു ദിവസം കൊണ്ട് തെരഞ്ഞെടുപ്പിന് നേരിട്ട് കഴിഞ്ഞാൽ വിന്യസിക്കുന്നത് പാടാണ്. അതുകൊണ്ടാണ് 2 ഘട്ടമായി നടത്താനുള്ള ആലോചനയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയം നമുക്കറിയാം, കോവിഡൊക്കെയുള്ള സമയത്ത് അന്ന് 3 ഘട്ടമായിട്ടാണ് അന്ന് തെരഞ്ഞെടുപ്പ് നടന്നത്. ആ രീതി ആകില്ലെങ്കിൽ കൂടിയും 2 ഘട്ടമായി നടത്തി കഴിഞ്ഞാൽ കുറെ കൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ പോകുമെന്നുള്ള വിലയിരുത്തലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അങ്ങനെ ഒരു ആലോചനയിലേക്ക് പോകുന്നത്. ഡിസംബറിലായിരിക്കും ഏറെക്കുറെ തീയതി എന്ന് മനസ്സിലാക്കേണ്ടി വരും. ആ സമയത്തേക്കാണ് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ധാരണയിലേക്ക് പോകുന്നത്. എന്തായാലും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇതിനോടകം തന്നെ തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു. എല്ലായിടത്തും ഏറെക്കുറെ സീറ്റ് ധാരണയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കുന്നത് കൊണ്ട് തന്നെ വലിയ ഒരു മുന്നൊരുക്കം രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഉണ്ട്. നമുക്കറിയാം, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി LDFന് നേരിടേണ്ടി വന്നു. പക്ഷേ അതിനുശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് ഇടതുമുന്നണിക്ക് ലഭിച്ചത്. അത് അവർക്ക് നിയമസഭയിലേക്കുള്ള ഒരു ഊർജം കൂടിയായിരുന്നു. അതിനുശേഷം മികച്ച പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിലേക്ക് വന്നു. അതിന് സമാനമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം നിലവിൽ ഉണ്ട്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണി വലിയ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. വലിയ രാഷ്ട്രീയപരമായിട്ടൊക്കെ വലിയ പിന്നോട്ട് പോക്ക് അവർക്ക് ഉണ്ടാകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു 3ാം ടേം എന്നൊക്കെ പ്രതീക്ഷ വയ്ക്കുന്ന ഇടതുമുന്നണിക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം അനിവാര്യമാണ്. അങ്ങനെ ഒരു വലിയ പ്രതീക്ഷ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. UDF ആണെങ്കിലും അതേ വലിയ വിജയപ്രതീക്ഷ അവർക്കുണ്ട്. പ്രത്യേകിച്ച് അവരും കഴിഞ്ഞ 10 വർഷമായി നിയമസഭയിൽ ഭരണമില്ലാത്ത അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഭരണമില്ലാത്ത തരത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുക എന്നുള്ളത് UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് UDFും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. LDFനേക്കാളൊക്കെ ഒരു പടി മുന്നേ പലയിടങ്ങളിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം അതിനൊപ്പം തന്നെ അർജുൻ, ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ LDF സ്ഥാനാർത്ഥികളെ ഇന്നിപ്പോൾ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ. CPIM 75 സീറ്റിലും CPI 17 സീറ്റിലും മത്സരിക്കുമെന്നറിയുന്നു. അപ്പോൾ എങ്ങനെയാണ് നിലവിലെ കൂട്ടിക്കിഴിക്കലുകൾ? മുഴുവൻ സെറ്റാണോ? ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമോ? സേതു, ഇന്ന് പ്രഖ്യാപനം ഉണ്ടാവും. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം LDFന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് നിശ്ചയിച്ചതെന്നാണ് CPM പറയുന്നത്. 75 സീറ്റിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM മത്സരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ കാലങ്ങളായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഇടതുമുന്നണിയാണ് ഭരിക്കുന്നത്. അത് നിലനിർത്തുക എന്നുള്ളത് അവരുടെ ഏറ്റവും ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണയും അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ഇടതുമുന്നണി നടത്തിയിട്ടുണ്ട്. സീറ്റ് ധാരണ പൂർത്തിയായിട്ടുണ്ട്. 17 സീറ്റിൽ CPI മത്സരിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF ഒരു പടി മുന്നിലാണ്. വലിയ ആത്മവിശ്വാസത്തോടു കൂടി ശബരിനാഥനെ കളത്തിലിറക്കിക്കൊണ്ടുള്ള ഒരു പോരാട്ടം അവർ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. BJPക്കും അതെ, BJP കോർപ്പറേഷൻ ഭരണം പിടിക്കാനുള്ള പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന പാർട്ടിയാണ്. അവർ ശ്രീലേഖ ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ ഇറക്കി വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. അങ്ങനെ ഒരു ത്രികോണ മത്സരത്തിൻ്റെ എല്ലാ വീറും വാശിയും നടക്കുന്ന മണ്ഡലം കോർപ്പറേഷൻ തിരുവനന്തപുരമാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് CPMും നല്ല കരുത്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുന്നത്. അതിൽ 3 ഏരിയ സെക്രട്ടറിമാർ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നുണ്ട്. 2 ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉണ്ട്. അവർ മേയർ സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി പ്രഖ്യാപിക്കില്ലെങ്കിൽ കൂടിയും മുൻമേയറായിട്ടുള്ള K. ശ്രീകുമാർ മത്സരിക്കുന്നു. RP ശിവജി, ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള RP ശിവജി മത്സരരംഗത്തുണ്ട്. ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള SP ദീപക് മത്സരരംഗത്തേക്ക് വരുന്നു. അങ്ങനെ കരുത്തരായിട്ടുള്ള ഒരു നിര തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPMനും ഉണ്ട്. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഉള്ളതുപോലെ തന്നെ CPMനും വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് അവരും കാത്തിരിക്കുകയാണ്.
ഉച്ചയ്ക്ക് ശേഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. എല്ലാ മുന്നണി LDF എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നുള്ളതാണ് സൂചന. 75 CPM സ്ഥാനാർത്ഥികൾ എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രഖ്യാപിക്കും. ഓക്കെ അർജുനെ, വ്യക്തമാണ്. അപ്പോൾ സംസ്ഥാനത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ ഇടതു മുന്നണി ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ. ഇപ്പോൾ